ആദി, വീട്ടിൽ വിളിച്ചിരുന്നു നീ? മനു ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അച്ഛന് വാട്സപ്പ് ചെയ്തപ്പോൾ റിപ്ലൈ തന്നിരുന്നു. അവരെല്ലാവരും കൂടി അമ്പലത്തിൽ എന്തോ പോവുകയാണെന്നാണ് പറഞ്ഞത്. ആണോ? എങ്കിൽ അതാവും കിട്ടാത്തത്. പക്ഷെ എല്ലാവരുടെയും ഫോൺ ഒരുമിച്ച് ഔട്ട് ഓഫ് കവറേജ് ആവുമോ? മനു പറയുന്നതിനോടൊപ്പം എല്ലാവരുടെയും ഫോണിൽ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഹാളിലേക്ക് കാശി വന്നത്. ഇതെന്താടാ, ശോകഗാനം മാത്രമേ വെക്കാൻ കിട്ടുള്ളൂ? നമ്മളൊരു സന്തോഷമുള്ള കാര്യത്തിന് പോകുമല്ലേ, അപ്പം ഇതുപോലെ മരണപ്പാട്ടിട്ടാണോ പോകുന്നത്? സൂര്യൻ പറയുന്നത് കേട്ട് കിച്ചുവും കീത്തുവും പരസ്പരം നോക്കി. രോമാഞ്ചം ഫിലിം നിങ്ങളാരും കണ്ടിട്ടില്ല. സൂപ്പർ ഹിറ്റ് സോങ്ങിനാണ് എൻ്റെ പൊന്നോ മരണപ്പാട്ടെന്ന് പറഞ്ഞ് അപമാനിക്കുന്നേ. അല്ലടി കീത്തു. നീ ഈ സൂര്യച്ചനൊരു ഉണ്ടയും അറിഞ്ഞൂടാ. കീത്തുവും കൂടെ പറഞ്ഞപ്പോൾ സൂര്യ വാപൊളിച്ച് അവരെ നോക്കി. ഓ, ഇവനെ കളിയാക്കാനാണെങ്കിലും ഇവരൊരു കാര്യത്തിനെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. വാസുദേവൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. കീത്തുവും കിച്ചുവും പരസ്പരം നോക്കി ചമ്മിയ ചിരിച്ചിരിച്ചു. അതെ, ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കാതെ എത്ര നേരമായി വണ്ടിയിൽ കയറിയിട്ട്? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. നിങ്ങളിനി എപ്പോഴാ വല്ലതും കഴിക്കാൻ വാങ്ങിത്തരുന്നേ? കിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തെ ഹോട്ടലിലേക്ക് നോക്കി. ഡാ, കുറച്ച് മുൻപല്ലേ നീ 3 പരിപ്പ് വടയും 2 പഴംപൊരിയും കഴിച്ചത്? ദേ വാസുവച്ച, ഞങ്ങൾ ആൺപിള്ളേരെ ഇപ്പോൾ ആഹാരം വയറു നിറച്ച് കഴിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, അറിയാമോ? ഞങ്ങളെപ്പോലുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ബോയ്സെ എപ്പോഴും വയറു നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അത് പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നാളെ ഒരു മിസ്റ്റർ കേരള ആവില്ലെന്ന് ആര് കണ്ടു? മിസ്റ്റർ കേരളയോ? വാപൊത്തി ചിരിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി കണ്ണുരുട്ടി അവൻ. മതി, ഇവിടെയുള്ള ഹോട്ടൽസ് ഒന്നും അത്ര നല്ലതല്ല. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നല്ലതുണ്ടാവും, അപ്പോൾ കയറാം. ആനന്ദ് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ നോക്കി. ഫോണാണെങ്കിൽ ഒട്ടും റേഞ്ച് കിട്ടുന്നില്ല. ഇതെന്താ ഇവിടെ റേഞ്ച് കിട്ടാത്തേ? നിക്ക്, എൻ്റെ ഫോൺ നോക്കട്ടെ. രാധു പറയുന്നത് കേട്ട് ജ്യോതി ബാഗിൽ നിന്ന് തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ആടി, എൻ്റെ ഫോണും. അതിവിടെ റേഞ്ചൊക്കെ കട്ടാവുന്ന ഏരിയയാണ്. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അല്ല, ഈ നിസ്സാര കാര്യത്തിൽ നിങ്ങളെന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? മക്കൾ ആരെയും വിളിച്ചെന്ന് കരുതിയ ആനന്ദേട്ടാ. ആദ്യം രാവിലെ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓ, അതാണോ? രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു ആദി. ഞാൻ റിപ്ലൈയും കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇനി അതോർത്ത് ടെൻഷൻ വേണ്ട. എന്നിട്ടാണോ പറയാഞ്ഞത്? അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം. ജ്യോതി പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കിയ വാസുദേവൻ കണ്ടത് കാറിന് മുൻപിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു ലോറിയെ ആയിരുന്നു. ആരു? അവരൊക്കെ ഏത് അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. അമ്പലത്തിൽ പോകുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദാ അച്ഛൻ്റെ മെസ്സേജ്. ആദ്യം തൻ്റെ ഫോണിൽ ആനന്ദ് അയച്ച മെസ്സേജ് കാശിക്ക് കാണിച്ചു കൊടുത്തു. എപ്പോഴും അവർ പോവാറുള്ള അമ്പലം ഏതാ? അടുത്തുള്ള അമ്പലമാണോ? അടുത്താണ്. എന്താ കണ്ണേട്ടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവരെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണോ? അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഫോൺ കൊണ്ട് പോകാറില്ല, അതാവും ചിലപ്പോൾ. ഓക്കെ, പക്ഷേ ആരുടെയെങ്കിലും ഒരാളുടെ ഫോണെങ്കിലും റിങ് ചെയ്യണമല്ലോ. ഇവിടെ എല്ലാവരുടെയും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് ഫോൺ ഓഫാക്കുമോ? ഇല്ല, അപ്പോൾ മറ്റെന്തോ ഉണ്ട്. മനു പറഞ്ഞുകൊണ്ട് കാശിയെ നോക്കി. എല്ലാവരുടെയും ഫോൺ അങ്ങനെയാണോ? അതെന്താ കണ്ണേട്ടാ, എനിക്ക് പേടിയാവുന്നു. കാത്തു നിന്നോട് എന്തേലും പറഞ്ഞായിരുന്നോ? ആദ്യം ടെൻഷനാവാൻ തുടങ്ങിയിരുന്നു. കാർത്തുവും പേടിയോടെ കാശിയെയും മനുവിനെയും നോക്കി. ചിലപ്പോൾ ആ ഏരിയയിൽ സിഗ്നൽ കട്ടായതാവും. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, അതാവും. നിങ്ങൾ പേടിക്കണ്ട, ഇപ്പോൾ തന്നെ വീട്ടിലെ ഓഫീസിൽ നിന്ന് ആരെയെങ്കിലും അയക്കാം നമുക്ക്. കാശി മനുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആദിയെയും കാർത്തുവിനെയും സമാധാനിപ്പിച്ചു. മനു, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. മനുവിനോട് പറഞ്ഞുകൊണ്ട് കാശി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നിരുന്നു. എന്താടാ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അപകടം എന്തെങ്കിലും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനു, അവരുടെ മുൻപിൽ വെച്ച് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താടാ, പറ. ഒന്നുമില്ല, നീ പോ. ഞാനൊന്ന് ഓഫീസിലേക്ക് വിളിക്കട്ടെ. നീ സിദ്ധുവിനെ ഒന്ന് ഇങ്ങ് വരാൻ പറഞ്ഞേ. മനു അകത്തേക്ക് പോയതും കാശി ഫോണെടുത്ത് ആർക്കോ കോള് ചെയ്തു. എന്താ കാശി, എന്താടാ പ്രോബ്ലം? അവരൊക്കെ എവിടെയാ പോയെന്ന്? വീട്ടിലില്ലേ? സിദ്ധു ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. കാശി അവനെയും കൂട്ടി പുറത്തിറങ്ങി. സിദ്ധു, അവർ വീട്ടിലില്ല. ഇന്നലെ തന്നെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിരുന്നു. ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ പോയിട്ടില്ല. അപ്പോൾ അവർ ഉൾപ്പെടെയാണ് ഇന്ന് കാലത്ത് പുറപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവർ ഒന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആനന്ദ് അച്ഛൻ്റെ തറവാട്ടിലേക്ക്, ഇവിടെ ഏതെങ്കിലും ഒരിടത്തേക്കാണ് പോയിരിക്കുന്നത്. ആരെങ്കിലും നിർബന്ധമായി കൊണ്ടുപോയതാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ആളുകളുടെ ശ്രദ്ധക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്.
ഇനി എന്താടാ ചെയ്യാൻ പറ്റുക? അപ്പോഴേക്കും കാശിയുടെ ഫോൺ റിങ് ചെയ്തിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തവൻ സംസാരിക്കുന്നത് സിദ്ധു ടെൻഷനോടെ നോക്കി നിന്നു. എന്താടാ, ആരായിരുന്നു കോളിൽ? എന്താ പറഞ്ഞത്? ഇങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ എന്താണോ സംഭവിക്കരുതെന്ന് ഞാൻ കരുതിയത്, അത് സംഭവിച്ചു. പറയുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു കാശിയുടെ. കാർത്തു ഡി, എനിക്കെന്തോ പേടിയാവുന്നു. എന്തായിരിക്കും ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത്? ആദി, നിന്റെ കയ്യിൽ അപ്പുറത്തെ മേനോൻ അങ്കിളിൻ്റെ നമ്പറില്ലേ? നീ ഒന്ന് വിളിച്ചേ, എന്നിട്ട് ഫോണൊന്ന് കൊടുക്കാൻ പറ. കോൾ ചെയ്ത് ഫോൺ ചെവിയിലേക്ക് ചേർക്കുമ്പോൾ ഒന്നും സംഭവിക്കരുത് എന്നായിരുന്നു ആദിയുടെയും കാർത്തുവിൻ്റെയും പ്രാർത്ഥന. ഹലോ അങ്കിൾ, ഞാൻ ആദിരുദ്രയാണ്. വീട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ലെന്ന്. ഒന്ന് ഫോൺ കൊണ്ട് കൊടുക്കുമോ പ്ലീസ്? അപ്പുറത്തുനിന്ന് കേട്ട മറുപടിയിൽ കയ്യിൽ നിന്ന് ഫോൺ ഊർന്നു വീഴുന്നതും തളർന്ന് താഴേക്ക് വീഴുന്നതും കാർത്തുവിൻ്റെ നിലവിളിയുമൊക്കെ പാതിബോധത്തിൽ ആദി അറിയുന്നുണ്ടായിരുന്നു. കാറിൽ കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുകയായിരുന്നു ആദി. എന്തോർത്തുന്ന പോലെ ഉച്ചത്തിൽ നിലവിളിച്ചു. ആരു, എന്താ മോളെ, എന്തു പറ്റി? കണ്ണേട്ട, അമ്മ, അച്ഛൻ അവരൊക്കെ? ഇല്ല മോളെ, ഒന്നുമില്ല. സിദ്ധുവൊക്കെ നേരത്തെ തന്നെ പോയി അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും അവിടെ എത്തി. അവരെ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. ആരൂട്ടി ഉറങ്ങിയത് കൊണ്ട് ഏട്ടൻ വിളിക്കാതിരുന്നതാണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവർക്കൊന്നും പറ്റിയില്ല. നമ്മളിപ്പോൾ അങ്ങെത്തും. ദേ കാത്തുവിനെ നോക്കിയേ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കോർ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ചിരിച്ചു കാണിക്കുന്ന കാത്തുവിനെ ചൂണ്ടിയാണ് കാശി പറഞ്ഞത്. ആന്നേ, ഇതെന്തൊരു ജന്മാണോ ആവോ. സ്വന്തം അച്ഛനും അമ്മയും അനിയത്തിയും പോയി കാറൊന്ന് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ പറയുക, അള്ളിയിലും അച്ഛനെ നോക്കി വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ എന്ന്. അതൊക്കെ ആദി നമ്മുടെ മേനോനെങ്കിൽ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കും മുൻപേ ആദി ഫോണും താഴെയിട്ട് പൊട്ടിച്ച് അവളും താഴെ വീണ് നെറ്റിയും പൊട്ടിച്ചു. അങ്ങനെയാടി സ്നേഹമുള്ള പെൺമക്കൾ. ഇതൊരുമാതിരി ഡമ്മി പീസ്. അയ്യോടാ, എന്തേലും പൊട്ടിച്ചാലേ സ്നേഹം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, സൂര്യച്ചനും സീതമ്മയും ഉണ്ടായിരുന്നല്ലോ ആ കാറിൽ. എന്നിട്ട് താങ്കൾ പൊട്ടിച്ചതെന്ന് ഞാൻ കണ്ടില്ലല്ലോ. അയ്യേ, ഞാൻ പെൺപിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്. ചമ്മിപ്പോയി. ഇയാളെ ഇന്ന് ഞാൻ ഒന്ന് നിർത്തിടാ. ഈ സിറ്റുവേഷനിലും ഇങ്ങനെ അടിയുണ്ടാക്കാൻ നിങ്ങൾക്കേ പറ്റൂ. രണ്ടിനെ എടുത്ത് പുറത്തിടേണ്ടെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. കാശിയുടെ അലർച്ച കൂടി ആയപ്പോഴേക്കും രണ്ടും മിണ്ടാതിരുന്നു. കണ്ണേട്ടാ പറ, എന്താണ്? വെള്ളം വേണോ? വേണ്ട, അവർക്ക് എന്ത് പറ്റിയതായിരുന്നു? മേനോൻ അങ്കിളിനെ വിളിച്ചപ്പോൾ ആക്സിഡൻ്റ് ആയെന്ന് പോലീസുകാർ അവിടെ ചെന്ന് പറഞ്ഞെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അത് സാരമില്ല, പോട്ടെ. എൻ്റെ ആരൂട്ടിക്ക് അവരെയൊക്കെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. വാസുവച്ചനായിരുന്നു കാർ ഓടിച്ചത്. നേരെ ഒരു ലോറി വരുന്നത് കണ്ട് വണ്ടിയൊന്ന് വെട്ടിച്ചു. അടുത്തുള്ള ഒരു മരത്തിലിടിച്ചു. ലോറിയോ മറ്റേതോ വണ്ടിയിൽ ഇടിച്ചത്രേ. ആർക്കും കുഴപ്പമൊന്നുമില്ല. വാസുവച്ചൻ്റെയും ആനന്ദച്ചൻ്റെയും നെറ്റിയൊന്ന് ചെറുതായി ഉരഞ്ഞിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് കൂടുതലൊന്നും പറ്റിയില്ല. കാശി പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് നോക്കി ചിരിച്ചു. ആദ്യ തിരിച്ചും ഒരു നനുത്ത പുഞ്ചിരി കൊടുത്തു. കാർത്തുപുറത്തേക്ക് നോക്കിയിരുന്നു. ആദ്യ കാണാതെ തൻ്റെ നിറഞ്ഞ കണ്ണു തുടച്ചു. മനുപതിയെ അവളുടെ കൈകൾ തൻ്റെ കൈ ചേർത്ത് വെച്ചു. കണ്ണേട്ട, അച്ചുവും നിച്ചൂട്ടനുമൊക്കെ എവിടെ? അവരെല്ലാവരും ജിത്തുവിൻ്റെ കൂടെ പുറകെ വരുന്നുണ്ട്. സിദ്ധു യൂണിഫോമിലാണ് നേരത്തെ പോയത്. അവനാണ് അവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവരെയൊക്കെ വീട്ടിലേക്ക് എത്തിച്ചതും. യൂണിഫോമിലായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ലോറിക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അറിയാതെ പറ്റിയതാണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കൊന്ന് ഫോൺ വിളിച്ചു തരാമോ വീട്ടിലേക്ക്? അവർക്ക് റെസ്റ്റ് ചെയ്യുകയല്ലേ, നമുക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് നേരെ കാണാമല്ലോ. ഇപ്പോൾ എത്തും. ഏട്ടൻ്റെ കുട്ടി ഈ വെള്ളം കുടിച്ചിട്ടൊന്ന് ഉറങ്ങിക്കോ. ഉണരുമ്പോഴേക്കും വീടെത്തിയിട്ടുണ്ടാവും നമ്മൾ. കാശി പറഞ്ഞുകൊണ്ട് വെള്ളം അവൾക്ക് കൊടുത്തു. ജിത്തുവേട്ട, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അതോ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ? ആദിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ജിത്തുവും അച്ചുവും നിച്ചൂട്ടനും പിള്ളച്ചേട്ടനും. അപ്പോഴാണ് അച്ചു ജിത്തുവിനോട് ഇത് ചോദിക്കുന്നത്. എനിക്കതോർത്ത് പേടിയുണ്ട്. അവർക്ക് ഏതൊക്കെയോ ശത്രുക്കളുണ്ടെന്നല്ലേ കാശിമോൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അവരെ അപകടപ്പെടുത്തിയതാവുമോ? പിള്ളച്ചേട്ടനും തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. അവർക്കൊരു കുഴപ്പമില്ല. പിന്നെ ആക്സിഡൻ്റ് ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ സിദ്ധു അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഏത് കൊലകൊമ്പനായാലും കേരള പോലീസിന് മുൻപിൽ അതൊക്കെ വെറും അശുക്കളാണ്. ഓ അങ്ങനെ? അങ്ങനെ തന്നെ. ഇനി അഥവാ ഈ ആക്സിഡൻറ്റ് പ്ലാനിങ് ആണെങ്കിൽ ഭവിഷ് തന്നെയാവും ഇതിന് പിറകിൽ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവന് നമ്മളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ പതനമാണ്. ഇത്രയും നാൾ ഞങ്ങളിൽ നിന്ന് നിന്നെയും കുഞ്ഞിനെയും അകറ്റി നിർത്തിയതിനും
കാശിയുടെ കുടുംബത്തെ ദ്രോഹിക്കുന്നതിനും ഒക്കെയുള്ള തിരിച്ചടി അവന് കിട്ടാൻ സമയമായി. ഭവിഷ് ഡ്രീംസ് എന്നേക്കുമായി കൈവിട്ടു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അവനെ കൺകുളിർക്കെ ഞങ്ങൾക്ക് കാണണം ഭവിഷ്യൻ്റെ നാശം. പറയുമ്പോൾ ജിത്തുവിൻ്റെ കണ്ണിൽ പകയെരിയുന്നുണ്ടായിരുന്നു. ആരുടെ പതിയെ വീടിന് മുൻപിൽ വണ്ടി നിർത്തിയ ഉടനെ ഇറങ്ങി ഓടുന്നവളെ കണ്ട് കണ്ണു മിഴിച്ചു നോക്കി കാശി. ഒന്ന് വേഗം നടന്നു പോയെൻ്റെ കാത്തുമ്പി, നീ ഇവൾ എന്താണോ എന്തോ ഇങ്ങനെ. സാവധാനത്തിൽ നിന്ന് പടിയിറങ്ങുന്ന കാത്തുവിനെ നോക്കി മനു കളിയാക്കി. തിരിച്ചൊരു കലിപ്പ് നോട്ടം നോക്കി പോകുന്നവളെ ചിരിയോടെ നോക്കി അവൻ അകത്തേക്ക് നടന്നു. അമ്മേ. സോഫയിലിരുന്ന് ലക്ഷ്മിയോടും രാധുവിനോടും സംസാരിക്കുകയായിരുന്ന ജ്യോതി ആദിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കണ്ണു നിറച്ചു നിൽക്കുന്ന തൻ്റെ മക്കളെ ചിരിച്ചുകൊണ്ട് അവർ അടുത്തേക്ക് വിളിച്ചു. ഇല്ല മോളെ, അമ്മയ്ക്കൊന്നും പറ്റിയില്ല. മോള് പേടിച്ചു പോയോ? തന്നെ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജ്യോതി പറഞ്ഞത്. എന്ത് പറ്റിയതാ അമ്മേ? ഞാൻ എത്ര പേടിച്ചെന്നറിയുമോ? എന്തിനു പേടിച്ചേ അമ്മേ? ഇല്ല, അമ്മ ചുമ്മാ പറഞ്ഞതാ. എവിടെ എല്ലാവരും? കാത്തു എവിടെ? അടിയൻ ഇവിടെ ഉണ്ടേ പറഞ്ഞുകൊണ്ട് കയറി വരുന്ന കാത്തുവിനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അല്ല, ജ്യോതിമോളും രാധമോളും സഞ്ചരിക്കുന്ന വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയെന്നൊക്കെ കേട്ടു. എന്നിട്ട് രണ്ടാൾക്കും ചതവൊന്നും ഇല്ലല്ലോ അല്ലേ? പോടി അവിടുന്ന്, അടി വാങ്ങിക്കും. രാധു കൈ ഉയർത്തിയപ്പോഴേക്കും കാത്ത് ലക്ഷ്മിയുടെ പിറകിലേക്ക് മാറി നിന്നു. എല്ലാവരും അത് കണ്ട് ചിരിച്ചു. അല്ല, അച്ഛന്മാരൊക്കെ ഇവിടെ? എങ്ങനെയുണ്ട് ഇപ്പോൾ അവർക്ക്? നെറ്റി പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അവരെല്ലാവരും മുകളിലുണ്ട് മോളെ. ഇപ്പം അങ്ങോട്ട് പോവണ്ട. മഹിയേട്ടൻ വന്നപ്പോൾ മുതൽ നല്ല ദേഷ്യത്തിലായിരുന്നു. കുറേ നേരം സംസാരിക്കാതൊക്കെ ഇരുന്നു. പിന്നെ വഴക്കൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഒന്ന് സമാധാനമായിട്ട് മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എല്ലാവരും കൂടെ. അവർ സംസാരിക്കട്ടെ എന്നോർത്ത് ഞങ്ങൾ ശല്യം ചെയ്തില്ല. പിന്നെ അല്ലാതെ ദേഷ്യം ഉണ്ടാവില്ലേ? അല്ലേലും ആനന്ദച്ഛനും വാസുവച്ഛനും പണ്ടേ ഉള്ളതാ. ആരെങ്കിലും എന്തേലും പറഞ്ഞെന്ന് സെൻറ്റി അടിച്ചാൽ പിന്നെ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെയുള്ള എടുത്തുചാട്ടം. പറഞ്ഞാൽ രണ്ടാൾക്കും ഇഷ്ടമാവില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കും ഞങ്ങൾ. അല്ലേടി ആദി? കാത്തു പറഞ്ഞുകൊണ്ട് ആദിയെ നോക്കി. അത് സത്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു യാത്രയുടെ ആവശ്യം എന്തിനായിരുന്നു? അമ്പലത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു പറ്റിച്ചതല്ലേ? അമ്മയും അറിഞ്ഞുകൊണ്ടാണോ? ഇല്ല മോളെ, അമ്മയോട് മെസ്സേജ് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനാവുന്ന ചോദിച്ചതാ മഹിയേട്ടനോടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോവാമെന്ന്. പക്ഷെ സമ്മതിച്ചില്ല. വരുമെന്തോ വലിയ സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ജ്യോതി പറഞ്ഞുകൊണ്ട് കാശിയെ നോക്കി. സാരമില്ല, പോട്ടെ. അച്ഛൻ്റെ പിണക്കമൊക്കെ മാറിക്കോളും. ഈ പിണക്കവും വഴക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. എന്തായാലും ഭാഗ്യം, മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം തറവാട്ടിലേക്ക്. കാശി പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി. ഡാഡ്, ആദിരുദ്ര, അവൾ കാശിനാഥിൻ്റെ കമ്പനിയിലെ ന്യൂ ട്രെയിനിയാണെന്ന്. എന്തോ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വന്ന് അവിടെ കയറിപ്പറ്റി. എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയിനേക്കാൾ മുകളിൽ സ്ഥാനം നേടി. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ്റെ ഭാര്യയാവാൻ പോകുന്നു. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അവൾ ചില്ലറക്കാരി ആവില്ലല്ലോ. നാഥിനെ വീഴ്ത്തണമെങ്കിൽ ചെറിയ കഴിവൊന്നും ആയിരിക്കില്ല അവൾക്കുള്ളത്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ അവളെ തീർക്കണം. അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡാഡ് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഗീതിക ദേഷ്യത്തിൽ പറയുന്നത് ജയറാം പേടിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. മോളൊന്നും ചെയ്യണ്ട. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ തലയിൽ തന്നെയാവും വരിക. മഹാദേവന് നമ്മളോട് നീരസമുള്ള സ്ഥിതിക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പറ്റില്ല ഡാഡ്. ആദ്യം പോയി അവരുടെ കല്യാണം എന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് അന്വേഷിച്ചറിയിക്ക്. ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് നോക്കിക്കോളാം. ഞാനോ മോളോ ഇതിൽ ഇൻവോൾവ് ആയെന്ന് എങ്ങനെയെങ്കിലും പുറത്തറിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതുമാത്രമല്ല, കാശി അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മോളെ അവൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അവർക്ക് വിശ്വാസമുള്ള ആരെങ്കിലും തന്നെ ഇതിന് ഉരക്കണം. അങ്ങനെയുള്ള ആരാ? കമ്പനിയിൽ തന്നെ ഉള്ള ആരെങ്കിലും നോക്കിയാലോ? പണം കൊടുത്താൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഡാഡ്? ഉണ്ട് മോളി. അവന് വിശ്വസ്തനായവരുള്ളവർ ആരും പണം കാണുമ്പോൾ മറിച്ച് ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം നീങ്ങാൻ. അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തണം. ഞാൻ മതിയോ? പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് ജയറാമും ഗീതികയും തിരിഞ്ഞു നോക്കി.